ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ അനുസരിച്ച് നമ്മൾ ഒരു ടൈം 6:10 ഉണ്ടാവും. അപ്പോൾ ഒരു 6:45 റെഡി ആവണം. നമ്മളപ്പോൾ വർക്കിന് പോകേണ്ടതാണ്. ഫുൾ ഓട്ടഞ്ഞ് പഴയ പോലെയല്ല, ഫുള്ള് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, റെഡി ആയിട്ട് ഗായ്സ്. അപ്പോൾ നമുക്കൊരു തെങ്ങും തൊട്ടിൻ്റെ ഉള്ളിലാണ് വണ്ടിക്ക് പണിയുന്നത്. ഞാൻ കുക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു തെങ്ങും തൊടീന് അതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് പശുവാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാനിവിടെ കാൽപ്പാട് കണ്ടപ്പോൾ. എന്താണെങ്കിലും സൂപ്പർ സ്ഥലമൊക്കെ തന്നെ. ഇപ്പുറത്തെ സൈഡ് പാടാൻ നല്ല അടിപൊളി. ഇത് കാണുമ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്ലേസ് പോലെ തന്നെയുള്ളത്. എനിക്കിതേപോലെ തന്നെ ഫുള്ള് തെങ്ങും തൊടിയൊക്കെ ആയിട്ട് എൻ്റെ സെൻറ്ററിൽ കുറച്ച് വീടൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കില്ല തോന്നുന്നു. നടക്കും ഒരു ദിവസം. എന്താണെങ്കിലും ഇപ്പം നടക്കില്ല, കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ ഞാൻ നടക്കും. കഷ്ടപ്പെട്ട് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെട്ടത് നേടാൻ കഷ്ടപ്പെടണമെന്നല്ലേ. അതേപോലെ തന്നെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഈ പണി തന്നെ എല്ലാവരും കളിയാക്കും. പക്ഷെ എനിക്കിതൊരു കുറവായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ എന്നും വിജയിക്കാൻ പറ്റുള്ളൂ. അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഞാനെല്ലാം ചില്ലായിട്ടേ ചെയ്യുള്ളൂ. എല്ലാം ജസ്റ്റ് ചിൽ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചിന്തിക്കുക. അല്ലാണ്ട് അയ്യോ അങ്ങനെ എന്നൊന്നും ചിന്തിക്കില്ല. ബഡേ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ ആയിരുന്നു. സുഖമായിട്ടല്ലേ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. ഞാനിപ്പം നല്ല ഗ്രീസൊക്കെ ഒന്ന് അടിച്ചടിച്ചേ. ഗ്രീസ് അടിക്കാൻ നമ്മൾ തയ്യാറെടുക്കും. ഞാനിപ്പോൾ ഗ്രീസ് അടിച്ചിട്ട് വരാം കഴിച്ച്. എനിക്ക് ഇതിൽ വയ്യ വീഡിയോ എടുക്കാൻ. കയ്യിൽ ക്യാമറയും പിടിച്ച് ഗ്രീസ് അടിക്കാൻ പറഞ്ഞാൽ എൻ്റെ ക്യാമറയിൽ ഗ്രീസ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രീസ് അടിച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് എന്താണെങ്കിലും ഫുഡ് രാവിലെ എണിച്ച് നല്ലോണം കഴിച്ചു. ഞാൻ രാവിലെ എണിച്ച് അമ്പലത്തിൽ പോയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ശരി പോയി. രാവിലെ എണിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പ്രസാദം അമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് എൻ്റെ മലര് കിട്ടി. അത് ഇത്തിരി കഴിച്ചും കൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കും. അപ്പോൾ എന്താണ് ഇനി ഹോട്ടലിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്നതിനായിട്ട് നല്ലതാണ്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസിൽ ഇവിടെ ഇരുന്നിട്ട് ഈ നല്ല തണുപ്പത്ത് ഫുള്ള് തെങ്ങും തൊടിയാണ് കേട്ടോ. ഫുള്ള് തെങ്ങ്. അപ്പുറത്ത് കൊള്ളിയൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും തണുത്ത് ഞാൻ 2 ദിവസമായി ഇവിടെ തന്നെ വർക്ക്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും സൈഡിലെവിടെയെങ്കിലും. ഈ തണലിലെവിടെയെങ്കിലും ഞാൻ ഇരുന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഞാൻ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കൂടുതലും ദോശ കഴിക്കില്ലെങ്കിൽ നമ്മൾ ഇന്ന് വെള്ളച്ചോറ് കഴിക്കാൻ സമയം കിട്ടിയില്ല എനിക്കെന്താണെങ്കിലും. അല്ലെങ്കിൽ രാവിലെ എണീച്ചതും കുറച്ച് വെള്ളച്ചോറ് അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുക വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇവിടെ നല്ല തണലുണ്ട്. ഇവിടെ തന്നെ നല്ല തണലുണ്ട് ഇവിടെ എന്താണെങ്കിലും. സുബിയേട്ടോ സുബിയേട്ടാ സുബിയാറിന് വേണ്ട അത്ര. ഞാൻ മേടിച്ചിട്ടുണ്ട്. ആൾക്കും ചേർത്തിട്ട് മേടിച്ചതിന് കുഴപ്പമില്ല. ഞാൻ തന്നെ കഴിച്ചോളാം. അതാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. അതിവിടെ തൊട്ടപ്പുറത്തിരിക്കുക, അത് നടക്കുള്ളൂ. ഇത് നമ്മുടെ സുബിയായിട്ടിന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാ കാണില്ല അറ്റത്ത്. ഇവിടുന്ന് നോക്കുമ്പോൾ ലോങ്ങാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. ചെറിയ പ്ലാസ്റ്റിക് കവറിലാണ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളി സൈഡിലേക്കാണ്. നല്ല അടിപൊളി പൊറോട്ടയും. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ. ഇന്നത്
എൻ്റെ മെയിൻ ഇഷ്ടമാണ് രാവിലെ എണീച്ചിട്ട് ഈ താറാമുട്ട ഓംപ്ലേറ്റ്. ഞാൻ വെളിയിൽ നിന്ന് ഞാനല്ല കൂടുതലും വെളിയിൽ നിന്നൊക്കെ കഴിക്കുക, അപ്പോൾ ഇതൊക്കെ കൂടുതലും കഴിക്കുകയുള്ളൂ. ഈ താറാമുട്ട ഞങ്ങളുടെ തോട്ടുപാലത്തിൻ്റെ അവിടെ തോട്ടുപാലത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് അവിടെ സൈഡിലായിട്ട്, ആ തോടിൻ്റെ സൈഡായിട്ട്. അവിടെ മെയിനായിട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ മെയിനായിട്ട് എപ്പോഴും കഴിക്കുന്നത് ചിലപ്പോൾ ദോശയും, എപ്പോൾ പോയാലും ഒരു 5 കാടമുട്ട ഞാൻ അവിടെ നിന്ന് എടുക്കും. 5 കാടമുട്ട കഴിക്കും. പിന്നെ എന്താണെങ്കിൽ ഞാൻ ആ വഴി ചിലപ്പോൾ കഴിക്കാൻ പോകണമെന്ന് താറാമുട്ടല്ല കാടമുട്ട ഒരു 5 എണ്ണം വെറുതെ പോയി കഴിക്കും. 20 രൂപ എങ്ങനെയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൽ ഇത്തിരി മറ്റേ ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കാന്താരിമുളക് ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചോദിക്കില്ല വെക്കാൻ്റെ അടുത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. പിന്നെ താറാമുട്ട, ഈ കോഴിമുട്ട ഞാൻ കഴിക്കില്ല. പിന്നെ താറാമുട്ടയിന് അവിടെ അൾട്ടിമേറ്റ്. താറാമുട്ടയിൽ നല്ല താറാമുട്ടയും കാടമുട്ടയും എപ്പോഴും കഴിക്കുന്നത്. ഡെയിലി അതേ പോകുമ്പോൾ ഞാൻ കഴിക്കും. ഡെയിലി കഴിക്കാനുള്ള വകയില്ലാത്തതുകൊണ്ട് പിന്നെ ഡെയിലി ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ശരിയാവില്ല. പിന്നെ കൂടുതലും വീട്ടിൽ നിന്ന് വെള്ളച്ചോറിനെ കഴിച്ചിട്ട് വരുള്ളൂ. ഇപ്പോൾ രാവിലെ അനുസരിച്ച് എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എന്താണെങ്കിലും സെറ്റ് ആവട്ടെ പറഞ്ഞിട്ടാണ്. എന്ത് ചാറാണോ? സാമ്പാറാണ്. എന്താണോ ചാറ് നോക്കട്ടെ? നല്ല ഉള്ളിച്ചാറാണ് തോന്നുന്നത്. അതിന് കുഴപ്പമില്ല. സെറ്റ് നല്ല ഉള്ളിച്ചാറാണ് കിട്ടിയിരിക്കുക നമുക്ക്. നല്ല പൊറോട്ടയിൽ ഉള്ളിച്ചാറ് വെച്ച് ഞാൻ പിച്ചിയിടും. പിന്നെ പിച്ചിയിടാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിച്ചാറ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിച്ചിയിട്ടിട്ട് കഴിക്കാം. പൊറോട്ട നല്ല രീതിയിലൊന്ന് പിച്ചിയിടും, എന്നിട്ട് കഴിക്കാം. നമ്മളെന്ത് ചെയ്യുന്നറിയോ? കയ്യൊന്ന് കേട്ടാ ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോണ്ടേ ആകെ പ്രശ്നമാണ്. ഇതാ ഇങ്ങനെ ഒരു പൊറോട്ടത്തിൽ ചാറിലിങ്ങനെ കുതിർക്കും. ഞാൻ പിച്ച് ചെറിയ പീസാക്കിയിട്ട് കഴിക്കുക. പിന്നെ അതിന് പറ്റിയില്ല. ഇതാ ഇങ്ങനെ എടുക്കും. പിന്നെ പൊറോട്ട എടുത്ത് വയ്ക്കും ഈ സൈഡിൽ. ഇതാ ഒരു ഓംപ്ലേറ്റിന് ഒരു ചെറിയൊരു പീസ് വയ്ക്കും. ഇതാ ഇങ്ങനെ എടുക്കും. രണ്ടും കൂടി ഒന്നും കൂടി ഇങ്ങനെ ചാറിൽ മുക്കിയിട്ട് ഇതാ അത് പൊളിയാണ്. ഈ ടേസ്റ്റില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ലെവലാണ്. പക്ഷെ നമ്മൾ പറയില്ലേ ചിലർക്ക് മറ്റേ ബീഫും പൊറോട്ടയും പറയുന്ന പോലെയാണ് എനിക്ക് ഈ പൊറോട്ട ഓംപ്ലേറ്റും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെറുപ്പം തൊട്ടൊന്നുമല്ല. ഈ ഞാൻ ഒരു ദിവസം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എല്ലാവരും കഴിക്കുന്നത് തന്നെ. പക്ഷേ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓംപ്ലേറ്റ് ഒരെണ്ണം കൂടെ വെച്ച് പറഞ്ഞുള്ള ടേസ്റ്റ് ഞാൻ പറയാം. ആ പച്ചമുളക് കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇതാ അങ്ങനെ ഒരു പിടുത്തോന്ന് ചുട്ടിട്ട് പൊറോട്ടയും ഓംപ്ലേറ്റും കൂടിയിട്ട് മോനെ സ്വർഗം സ്വർഗം. നന്നായി ടേസ്റ്റാണ്. എനിക്ക് നിറയെ വീഡിയോസ് ഇതേപോലെ ചെയ്യണമെന്നുണ്ട്. ഞാനും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് വരട്ടെ ആദ്യം. വേറെ ഒന്നും വേണം. ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ കാരണം തന്നെ നമുക്ക് ഫുള്ള് തെങ്ങും ഇപ്പുറത്ത് വരാം. നല്ല അടിപൊളി പാടമുണ്ട്. നല്ല നാച്ചുറലായിട്ട് ഇതേപോലെ ഇരുന്ന് കഴിക്കണം. അല്ലാണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ ഒരു വൈബ് കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാമെന്ന് ഞാൻ എനിക്ക് ആഗ്രഹം. ഓപ്പണായിട്ട് ഇതാ സെറ്റ് സ്റ്റാർ വയ്ക്കട്ടെ കേട്ടാ. ഉരുളക്കിഴങ്ങ് പോയി തരാം. എന്താണ് ഞാൻ കഴിക്കട്ടെ.
നിങ്ങളും ഇതേപോലെ ഇല്ലേ, നിങ്ങളും ഇതേപോലെ ടേസ്റ്റ് ഒന്നും അടിച്ച് നോക്കൂ. പിന്നെ എൻ്റെ കയ്യിൽ വെറൈറ്റി ഞാനല്ലേ കുക്ക് ചെയ്യണത്. ഞാൻ പൊറോട്ട ഒന്നും അടിക്കില്ല എന്താണെങ്കിലും. എനിക്ക് ആ കറികളൊക്കെ വെക്കാനറിയാം, കുറച്ച് കറികളൊക്കെ വെക്കാനറിയാം എന്താണെങ്കിലും. ഏതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വെക്കാനറിയും. ബീഫ് ഞാൻ കഴിക്കില്ല, അപ്പോൾ ബീഫിന് വെക്കാനറിയും, പക്ഷേ അതിന് കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബീഫ് ഞാൻ വെച്ചിട്ടില്ല, അമ്മ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നെ. ചിക്കൻ വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ നോൺ വെജ് ഇട്ടാ, പിന്നെ ഇങ്ങനെ മുട്ടക്കറി, പിന്നെന്താ അമ്മ കുറേ എനിക്ക് കറികളൊക്കെ വെക്കാൻ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മീൻ കറി വെക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണ്. അമ്മ അങ്ങനെ നേരൊക്കെ നിൽക്കുമ്പോൾ അമ്മൻ്റെ കൂടെ ഇരുന്ന് അമ്മ പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അത് കൂടാണ്ട് എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് പോർക്ക്. ഞാൻ പോർക്കില്ലേ, ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ വെക്കുന്നത് എന്നെ ഞാൻ പോർത്താണെന്ന് പറയല്ല, പോർക്ക് ഞാൻ അടിപൊളി കഴിക്കാം. അതാണ് എനിക്ക് പോർക്ക് കഴിക്കില്ല, പക്ഷെ പോർക്ക് കഴിക്കും ഞാനും അമ്മയും കഴിക്കും. അമ്മ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ പോർക്ക് വീട്ടിൽ. അപ്പോൾ ഞാൻ കൂടുതൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ വെക്കുന്നത് ഒരു വീഡിയോ ചെയ്യാം. അത് വെക്കുന്നതിന് ലൈഫിൽ മെയിനായിട്ട് ഫുഡാണ് നമ്മുടെ ലൈഫിലെല്ലാം. ജോലി ഉണ്ടായി നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ എന്തിനാണ്? നമ്മൾ ഈ എല്ല് മുറി നല്ല പണിയെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരം നോക്കാൻ. നമ്മുടെ ഫുഡ് കൊണ്ട് ഒരിക്കലും ശരീരം കേട് വരുമെന്ന് പറയാൻ പറ്റില്ല. അത് ആവശ്യമില്ലാത്ത നല്ല ഫുഡുകൾ കഴിച്ചതാ. ഇപ്പോൾ പൊറോട്ട കഴിച്ച് പറഞ്ഞാൽ കേട്ടാ, അത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം. ഞാൻ എപ്പോഴും കഴിക്കാറൊന്നുമില്ല, എപ്പോഴെങ്കിലും. ഇല്ലെങ്കിൽ ഞാൻ ദോശയാണ് മേടിക്കുന്നത്. ഞാൻ ഒരു വെറൈറ്റി ഇരിക്കട്ടെ അവരുടെ പൊറോട്ട മേടിച്ചാണ്. പക്ഷേ ഫുഡ് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് കേട് വരത്തില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നതിന് ജോലി ചെയ്യുന്നതിന് എന്തിനാണെന്നറിയോ? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. പൈസ ഉണ്ടാക്കലൊക്കെ അതൊക്കെ ഓക്കെയാണ്. അതിനും കാട്ടി എന്തോ വലുത് ഒരിതാണ് ഫുഡ്. കാരണം ഒരു നേരം ഫുഡില്ലാണ്ടിരുന്നുള്ള വിഷമം എനിക്ക് എത്രയാണെന്ന് എനിക്കറിയാം നല്ലോണം. അപ്പോൾ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാം. ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കഴിക്കണം. ലൈഫ് ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ചെയ്യണം. ഞാൻ ഇതൊന്ന് തീർത്തിട്ട് പറ്റാം, എന്നിട്ട് നമുക്ക് ബാക്കി കഥകൾ പറയാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടി കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വണ്ടിയിൽ കുറച്ച് നേരം കയറിയിരിക്കണതാ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ വെയിൽ ചെറുതായിട്ട് വരുന്നത്, പക്ഷെ എന്നാലും തണലൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ എവിടെയാണ് കിടന്നത്? ഇതാ അവിടെ ആ തൊട്ടപ്പുറത്തായിരുന്നു കൂപ്പുകൂട്ടിയിട്ടുണ്ട്. ഇത് കുപ്പി കൂട്ടും പറയും. അതാണ് സംഭവം. സെറ്റപ്പ് പണ്ട് നമ്മൾ കൈക്കോട്ടും കൊണ്ട് ചെയ്തതാണ്. ഇങ്ങനെ കൈക്കോട്ടും കൊണ്ട് വാരി ഇട്ടത് ഇപ്പോൾ ഹിറ്റാച്ചിൻ്റെ കൈ കൊണ്ട്. ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹിറ്റാച്ചിലേക്ക് വിളിക്കാൻ സുഖമായിട്ട്. ഞാൻ പറയണേ ലൈഫിൽ നമ്മുടെ ഏറ്റവും വലുത് നമ്മൾ പണിയെടുക്കുന്നതിന് എന്തിനാണ്? വർക്ക് ചെയ്യണതിന് വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാനാണ് എന്നാ ഞാൻ പറയുള്ളൂ. പാട്ടത്തണ്ടിട്ട് കൊല്ലാൻ നോക്കുകയാണ്. എന്താ ചെയ്യുക അതൊക്കെ? സുബിയായിൻ്റെ അടുത്ത് തന്നെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. സുബിയായിട്ടാ, നിങ്ങൾ പറയും നമ്മൾ പണിയെടുക്കുന്നത് എന്തിനാണ്? പൈസയ്ക്ക് അല്ല. എന്നാലും അതിൽ അപ്പുറം എന്താണ്? പൈസ എന്തിനുണ്ടാക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ? എനിക്കറിയില്ല, നിങ്ങൾ എന്തോ വിചാരിച്ചിട്ടുണ്ടാവും. പറ ശരിക്കും നമ്മൾ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? ഫുഡ് കഴിക്കാനാണ്. അല്ലാന്ന് പറയാം. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചിലവന്നെ എടുത്ത് നോക്കി അറിയാം നമ്മൾ എത്രയും ഫുഡ് കഴിച്ച് തീർക്കണമെന്ന്. അതാണ് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് പറഞ്ഞാൽ മദ്യം വെച്ച് പറഞ്ഞാൽ അത് ഓക്കെ, അത് ദൂർത്തനാണ്, അത് മദ്യപനാണ്. ഫുഡ് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. ഫുഡ് അത് മെയിനാണ്. ഞാൻ ഒന്നും പറയുന്നു. പ്രേമത്തെക്കാളും മണ്ടയടിച്ചു സമയം ഇവിടെ ഫുഡ് മണ്ടയടിച്ചപ്പോഴേ പ്രാണുണ്ടായിരുന്നു. ശരി എന്താണ്, ഞാൻ വർക്കിലോട്ട് പോകട്ടാ. നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോസ് അപ്പോൾ ഒന്ന് വൈകിട്ട് കേട്ടോ. ഞാനപ്പോൾ എന്താണെങ്കിലും
പിന്നെ എൻ്റെ ചാനൽ കുറേ ഇല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല എല്ലാവരും കൂടിയിട്ട് ബൈ. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഉച്ചയായിരിക്കണം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ. നമ്മൾ സാധാരണക്കാർക്ക് വെറും 35 രൂപയ്ക്ക് കിട്ടുന്ന പഞ്ചായത്തിലെ കുടുംബശ്രീ ചേച്ചിമാർ നല്ല അടിപൊളി ഊണ് കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അച്ചാറുണ്ട്, ഒരു ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, ഉണ്ടെന്നാണ് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഓംപ്ലേറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. ഒരു സിംഗിളാണ് മേടിച്ചത്. ആദ്യം ഡബിളായിരുന്നു മേടിച്ചത്. എന്താണെങ്കിലും ഒരു ഡബിൾ ഓംപ്ലേറ്റും കൂട്ടിയിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു ഊണും കൂടി പിടിച്ച് പറഞ്ഞാൽ വേറെ ലെവല്. അത് ഇവിടെ ഇരുന്നിട്ട് ഈ വൈബൊക്കെ അവിടെ കിട്ടാനാണ്. ഇതൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് നല്ലൊരു മൊമെൻ്റാണ്. ഞാനും ഭാവിയിൽ നല്ലൊരു യൂട്യൂബറൊക്കെ ആകുമ്പോഴേ, യൂട്യൂബറായി പക്ഷെ എന്നാലും ഭാവിയിൽ കുറച്ച് ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് നല്ല പ്ലാവിൻ്റെ തൊട്ട് ഇരുന്നിട്ട് നല്ലൊരു ഊണ് കഴിക്കണം ഫീല് വേറെ. പേരൊക്കെ 35 രൂപയ്ക്കുള്ളൊരു വർത്തുണ്ട് നമുക്കതിന്. സൂപ്പറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് അപ്പോൾ വണ്ടിക്കൊന്ന് ഗ്രീസൊക്കെ അടിച്ച് സെറ്റാക്കി. അപ്പം ഞാൻ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റില്ല ഇതുവരെയാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഇവിടെ ഉച്ചക്കൊക്കെ ചോറുണ്ട് കഴിഞ്ഞ് പറഞ്ഞാൽ 2 ദിവസമായിട്ടിലോട്ടാകെ. ഇന്നലെ ലീവായിരുന്നു. ഇന്നലെ പറഞ്ഞാൽ 2 വണ്ടി ഓടുണ്ടാവും. പിന്നെ ഇപ്പോൾ 2 പണിയില്ലായിരിക്കില്ല. 2 ലീവായിരുന്നുകൊണ്ട് ഞാനും അങ്ങോട്ട് ഞാൻ ലീവൊന്നുമില്ല, വിളിക്കുമ്പോൾ വരും. അപ്പം ഞാൻ ഇന്നലെ രാവിലെ വന്ന് കുറച്ച് നേരം വണ്ടി ഓടുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഒന്ന് എല്ലാം തുടച്ചിട്ടും കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ഇവിടെ എൻ്റെ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ വെയിൽ വന്നു കേട്ടോ ഗൈസ്. സത്യത്തിൽ ഞാനിങ്ങനെ ഇന്നലെ 2 ഓലയൊക്കെ ഇട്ട് ഇനി സ്പോട്ട് മാറ്റണമെങ്കിൽ അവിടെ വെയിൽ വന്നു. ഇത് ഓല എടുത്തിട്ട് അവിടെ നിന്നറിയോ തേങ്ങ ഒന്നും വീഴാത്ത സ്ഥലം നോക്കണം. ഇത് പോടൊക്കെ ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റായി നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും. ഇപ്പോൾ സെറ്റാക്കി ക്യാമറ വയ്ക്കാൻ വേണ്ടി കവർ എടുക്കട്ടെ. അപ്പോൾ ചെരുപ്പൊക്കെ തോടാ വെച്ച് അങ്ങനൊരു വന്നിട്ട് ഇനിയാ കുറച്ച് നേരം ഒരു ഉച്ചമയക്കം. ആൾ വന്നിട്ട് അപ്പോൾ വണ്ടിയൊക്കെ എടുക്കും. ആളെ അവിടെ ഇരിക്കുന്നു. വണ്ടിയൊക്കെ വന്നെടുക്കും. ഞാനിതാ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. റെസ്റ്റ് വേർത്ത് നോക്കുക. എന്താ വെയിൽ. എൻ്റെ കളർ നോക്കിയത് ഞാൻ കളർ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വ്യത്യാസം നോക്ക് 2 കളറാണ് അവിടെ. നോക്ക് 2 കളറാണ് ഇവിടെ കാണുക. ഇതൊക്കെ ഒരുപാടിതായി. ഒരു പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ഇരിക്കും. ഇനി വണ്ടി കയറിയിരുന്നു പറഞ്ഞാൽ ഞാൻ കാര്യം ഞാൻ സൈഡിലായിരിക്കണം. മേലെ മറ്റേ ഇതൊന്നുമില്ല, ക്യാബിൻ്റെ മേലെ ഇതൊന്നുമില്ല. ഞാൻ ആ വെയിലത്ത് ഫുള്ള് വെയിൽ കൊള്ളും. പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരൊക്കെ വിളിക്കാൻ പോകാൻ പറ്റില്ല. ഞാൻ മേലെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് കിടക്കും. എന്തൊക്കെയാണ് നമുക്ക് മുമ്പ് ഇവിടെ ഞാൻ ഇടയ്ക്ക് അവിടെ തന്നെ കിടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സ്പോട്ടിൽ തൊട്ടിപ്പുറത്ത് ഇവിടെ ആയിരുന്നു കിടന്നത്. ഇവിടെ തൊട്ടിപ്പുറത്ത് ഈ തൊട്ടിൻ്റെ സൈഡിലായിട്ടാണ് കിടന്നത് ഞാൻ ശനിയാഴ്ച. അന്നും ഇവിടെ തന്നെ ശനിയാഴ്ച ഞാൻ ക്യാമറ എടുക്കാൻ മറന്നു. അതാണ് മെയിനായിട്ട് പറ്റിയ അബദ്ധം. ഒരു പാട്ടൊക്കെ ബ്ലൂടൂത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കാതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇവിടെ ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതവിടെ പൊട്ടും. ഇതിൻ്റെ ഇത് ഇവിടെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ചെവി പൊട്ടും നമ്മുടെ. എൻ്റെ 2 സൈഡും പൊട്ടി. ഇപ്പം പിന്നെ സെറ്റായി. എന്താണെങ്കിലും കുഴപ്പമില്ല. ലൈഫിൽ എന്നൊക്കെ
കുറേ കാലത്തിൽ അയ്യോ എനിക്ക് എന്താ പറയുക, ഞാൻ കുറേ കാലം വീഡിയോ ചെയ്യാണ്ടിരുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. കുറേ പേരിൻ്റെ ക്വസ്റ്റ്യൻസാണ്, എന്താണ് എവിടെയെങ്കിലൊക്കെ എത്തുമോ യൂട്യൂബ് പോലെ നടന്നിട്ട് എന്താണ് എവിടെ എത്തിയിട്ടില്ല, എന്താണ് ഈ ക്വസ്റ്റ്യൻ കേട്ട് ഞാൻ തന്നെ ഒരു നെഗറ്റീവ് ആവാൻ തുടങ്ങി അവസാനം. പക്ഷെ എന്താണ്, പിന്നെ ഞാൻ ചിന്തിച്ചു എന്തിന് നമ്മൾ തളരണം, ഒരു ചാൻസ് നമുക്ക് ലൈഫിൽ ഒരു ചാൻസല്ലേ കിട്ടുള്ളൂ, എന്താണെങ്കിലും ശ്രമിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബ് ഒരു 3 മാസത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നു. 3 മാസത്തോളം എനിക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു. ശേഷം വീഡിയോ ഒന്നും ഇടാണ്ടായി. അപ്പോഴാണ് പിന്നെ തിരിച്ച് വന്നത് വീഡിയോ ഇടാൻ. ഇനി എന്താണെങ്കിലും ഞാൻ കൂടുതലായിട്ടും എൻ്റെ യൂട്യൂബിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകും ഗൈസ്. എന്നാണെങ്കിൽ ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ട് വരാം.